എന്റെ സന്തോഷത്തിന് സമാധാനത്തിനും വേണ്ടി ഒരു കാര്യം കൂടെ ഗിരിയണ്ണ എനിക്ക് ചെയ്തു തരണം. പാറുവിന് എന്താ വേണ്ടത് പറഞ്ഞു, എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഡിവോഴ്സ് വേണം. മനസ്സിലായില്ലേ? എനിക്ക് വിവാഹമോചനം വേണം. നമ്മൾ ബഹളം കേൾക്കാൻ ചെന്നിരിക്കുന്നു. എന്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശമില്ലെന്ന് ഞാനിങ്ങനെ പാറുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് എനിക്കറിയില്ല. ഞാൻ പാറുവിന്റെ കാല് പിടിച്ച് പറയാം. എന്റെ പിള്ളേരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പാറുവിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ പാറുവിനെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണില്ല, ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും. അതിനുള്ള യോഗ്യത എനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാറു ഈ വീട്ടിൽ ഞങ്ങൾക്കിടെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. പാറു ഡോക്ടറുടെ മാത്രം ഭാര്യയായാൽ മതി. ശരി, സാഹചര്യം കൊണ്ടാണ് താലി കെട്ടിയതെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഈ താലി അതൊരിക്കലും വെറുതെ കഴുത്തിലിട്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഇതെനിക്കൊരു ഭാരമാണ്. എത്രയും പെട്ടെന്ന് ഇതെനിക്ക് ഊരി മാറ്റണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് പാറുവിന്റെ മാനസികാവസ്ഥ. പാറു ഡോക്ടർ ഈ നിമിഷം ഇവിടെ വന്നു കഴിഞ്ഞാലും പാറുവിന് ഈ താലി അഴിച്ചു കളഞ്ഞിട്ട് ഡോക്ടറോടൊപ്പം പോവാം. അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമ്മാനിച്ചോളാം. എന്റെ പിള്ളേരെ ഞാൻ സമ്മാനിപ്പിച്ചോളാം. പക്ഷെ ഡോക്ടർ പാറുവിന്റെ അടുത്ത് എത്തുന്നവരെ ആ താലി അവിടെ തന്നെ കിടന്നോട്ടെ. കതിർ മണ്ഡപത്തിൽ സംഭവിച്ചൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് കൂട്ടിയാൽ മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓരോന്ന് യാന്ത്രികമായിട്ട് ചെയ്തു പോയെന്നേ ഉള്ളൂ. താലി കെട്ടി, ഹാരം ഇട്ടു, നെറുകിൽ കുങ്കുമം തൊട്ടു. പാറു പറഞ്ഞ പോലെ തന്നെ മരവിച്ച മനസ്സോടെ ഞാനും എല്ലാം ചെയ്തത്. നടന്നേക്കെ ഒരു ദുസ്വപ്നമായിട്ട് ഞാനും കണ്ടോളാം. എനിക്കെന്റെ ജീവനേക്കാളും വലുത് എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്റെ പെങ്ങന്മാര്. എന്റെ പിള്ളേരുടെ സന്തോഷം നശിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടായില്ല. ഒരുപാട് സന്തോഷത്തിലവര്. ഇരുട്ട് നിറഞ്ഞ വീട്ടിലേക്ക് ഒരു വെളിച്ചം വന്നവരുണ്ട്.
വെളിച്ചം ഡോക്ടറെ കണ്ടെത്തുന്നതോടുകൂടി കെട്ടുപോകുമെന്ന് എനിക്കറിയാമെങ്കിലും അവരെ അവരെ ഒന്നും അറിയിക്കരുത്. ഈ താലി പാറുവിന് വലിയൊരു ഭാരമാണെന്ന് പറഞ്ഞില്ല, അതിലും 1000 മടങ്ങ് ഭാരം ദേ ഇവിടെ ഉണ്ട്. ഞാൻ പാറുവിനോട് വീണ്ടും അപേക്ഷിക്കാം, എന്റെ പിള്ളേരെ വേദനിപ്പിക്കരുത്. ഞാൻ താലി ഒരുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ സിദ്ധുവിനെ കണ്ടുപിടിച്ച് തരുന്നത് വരെ ഞാൻ ഈ താലി അണിഞ്ഞോളാം. സിദ്ധുവിനെ കണ്ട ആ നിമിഷം ഞാനിതുവരെ വലിച്ചെറിയും. സിദ്ധുവിനൊപ്പം ഞാൻ വിവാഹം കഴിച്ചു പോകുമ്പോൾ സഹോദരിമാരെന്നെ അന്വേഷിക്കില്ലേ? അപ്പൊ അവരോട് എന്ത് മറുപടി പറയും? അതെനിക്ക് ഞാൻ ഫർദർ സ്റ്റഡീസിന് വേണ്ടി അബ്രോഡിൽ, ഞാൻ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്ത് പോയതാണെന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മതി. ശരി. അതെ, എന്താ പറ? എന്റെ നന്മയ്ക്കും സംരക്ഷണത്തിനും അല്ലേ ഗിയേട്ടനെ വിവാഹം നടത്തിയത്? അതേ പറഞ്ഞു, അത് സത്യം തന്നെ. എങ്കിൽ എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു കാര്യം കൂടെ ഗിരിയേട്ടൻ എനിക്ക് ചെയ്തു തരണം. പാറുവിന് എന്താ വേണ്ടത് പറഞ്ഞു, എന്തുവാണെങ്കിലും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഡിവോഴ്സ് വേണം. മനസ്സിലായില്ലേ? എനിക്ക് വിവാഹമോചനം വേണം.